കീക്കു, ടോണിയുടെ ഈ ജമ്പ് വളരെ പവർഫുൾ ആണ്. ഇങ്ങനെ പോയാൽ എന്റെ സിസ്റ്റം ഡാമേജ് ആവുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 41 അപ്ലൈ ചെയ്യ്. ഓക്കേ കീക്കു, എന്റെ മാഗ്നറ്റിക് റേസ് വെച്ച് ഡ്രെയിനേജിന്റെ സ്ലാബ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഇത് കണ്ടോ, എന്റെ പുതിയ കണ്ടുപിടുത്തമാണിത്. അയ്യോ, ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുന്നത് നിർത്തിയെന്നോ? ഇപ്പോൾ നിങ്ങൾ തുണി തയ്ക്കാൻ തുടങ്ങിയോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് സാധാരണ കോട്ടല്ല, പക്ഷേ ഇത് സൂപ്പർ ടെക്സിഡോയാണ്. ഇതിനകത്ത് ഒരുപാട് പവേഴ്സ് ഉണ്ട്. ഓ, എങ്കിൽ പിന്നെ അത് എന്നെ പോലെ ഒരു പവർഫുൾ ആളിന്റെ കയ്യിൽ വേണ്ടേ ഇരിക്കേണ്ടത്. വളരെ ശരിയാണ് പറഞ്ഞത് മേയർ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ നിങ്ങൾ ഈ കോട്ടിന്റെ സഹായത്തോടെ അവനെ ശരിക്കും പകരം വീട്ടുന്നതായിരിക്കും. പക്ഷേ മേയറങ്ങളുടെ ബോഡി സൈസ് വെച്ച് നോക്കുമ്പോ ഇത് വളരെ ചെറുതല്ലേ? ഈ ടെക്സിഡോയ്ക്ക് വേറൊരു സ്പെഷ്യാലിറ്റിയും ഉണ്ട്. ആരുടെ ശരീരത്തിൽ വേണമെങ്കിലും ഇത് നല്ലോണം ഫിറ്റ് ആകും. അല്ലെങ്കിൽ തന്നെ എനിക്കിനി ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇത്രയും സ്നേഹത്തോടെ ഈ ടെക്സിഡോ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഇത് അണിയുകയാണ്. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാതെ ഈ ഏലിയൻസിനെ എടുത്തിട്ട് ഇടിച്ച് ചമ്മതിയാക്കി വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ. പിന്നല്ലാതെന്താ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കളമാണെങ്കിൽ ഈ എന്റെ തലയിൽ അക്രൂട്ട് വന്ന് വീഴട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞതെല്ലാം പച്ച കള്ളമാണല്ലേ? ശരി, ഓക്കെ. അധികം പറഞ്ഞ കള്ളം കേട്ട് എനിക്കൊരു ഓർമ്മ വന്നു. ഖുറാന അങ്കിൾ, ഈ ടെക്സിഡോയിൽ ആ ബട്ടൺസ് എന്തിനാണ് പിടിപ്പിച്ചിരിക്കുന്നത്? ഇത് പ്രസ് ചെയ്താൽ ഡിഫറെന്റ് പവേഴ്സ് ആക്ടിവേറ്റ് ആകുന്നതാണ്. അതായത് ഈ ജെ എന്ന് വെച്ചാൽ ജമ്പ്. ഈ ബട്ടൺ പ്രസ് ചെയ്തതും മനുഷ്യർ ഇങ്ങനെ ജമ്പ് ചെയ്യാൻ തുടങ്ങും. എന്തൊരു ചാട്ടമായി ചാടുന്നത്! സൂപ്പർ ഡൂപ്പർ, സൂപ്പർ ഡൂപ്പർ. ബോസ്, അങ്ങോട്ട് നോക്കൂ, ചേകത്താൻ. അല്ല, അത് അണ്ണാറക്കണ്ണൻ. എവിടെ? മാറി നിൽക്കേ, സൈഡിലേക്കൊന്ന് മാറി നിൽക്കേ. പ്ലേഗ്രൗണ്ട് ആണ് കളിക്കളം. ടോണി ബസ് തോണ്ടി വെച്ചിരിക്കുന്നത് കുളമാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. കലക്കി ഖുറാന അങ്കിൾ, ഈ ടെക്സിഡോയ്ക്ക് ഹെവി പവർ ഉണ്ടെന്ന് തോന്നല്ലോ. നോക്കിക്കൊണ്ടിരിക്കും മോനെ. ദേ ഇത് കണ്ടോ, ആർ ബട്ടൺ, അതായത് റൺ. അത് പ്രസ് ചെയ്തതും ടാക്സിയുടെ അണിഞ്ഞിരിക്കുന്ന മനുഷ്യൻ മിന്നൽ വേഗത്തിൽ ഓടുന്നതായിരിക്കും. പറ്റുമെങ്കിൽ തടഞ്ഞു നിർത്താൻ ശ്രമിക്ക. ഞങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാം. എന്റെ ദൈവമേ, എന്തൊരു സ്പീഡായിരുന്നു അത്! വേഗത്തിന് ഒരു ലിമിറ്റ് ഇല്ലാതായല്ലോ. വേഗത്തിന്റെ കാര്യത്തിൽ എന്നെ പോലെ അടിച്ചു പൊളിക്കാനും പൊളിച്ചെടുക്കാനും വേറെ ആർക്കും കഴിയില്ല. എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സാറ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ബുള്ളറ്റ് ട്രെയിൻ പോലെയുള്ള ഈ വേഗമായ റൈഡ് വളരെ ഇഷ്ടമായെന്നാ. ഇനി ഒരു റൗണ്ട് കൂടെ പോയാലോ? ഇനി ഒന്നോ? വേണ്ട വേണ്ട ബോസ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒട്ടും ശരിയല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, അങ്ങോട്ട് നോക്കൂ.
ഈ ടെക്സിഡോയുടെ അവസാനത്തെ പവർ ഞാൻ കാണിക്കാനായി മേയർ സാർ നിങ്ങൾ ആ പഞ്ച് എന്ന ബട്ടൺ പ്രസ് ചെയ്താ മതി. ദേ അവിടെയുള്ള ആ പില്ലറിലൊന്ന് പഞ്ച് ചെയ്തേക്ക്. നിർത്ത, ഞാൻ ഇവിടെ ഉള്ളപ്പോ ഈ പഞ്ച് ഡെമോ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ടോണി ബോസ് അതങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിയല്ല. വെറുതെ ചെന്ന് ഊരാകുടുക്കിൽ ചാടല്ലേ. എന്നാൽ ശരി, ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ടോണി, നീ ആദ്യം ഒരു പഞ്ച് ചെയ്യ്, അതിനുശേഷം മേയർ സാർ പഞ്ച് ചെയ്യട്ടെ. അപ്പൊ മനസ്സിലാകുമല്ലോ ആരുടെ പഞ്ചാണ് വളരെ പവർഫുൾ എന്ന്. നിങ്ങളുടെ ഈ പുതിയ കണ്ടുപിടുത്തമായ ടെക്സിഡോ വളരെ വളരെ പവർഫുൾ ആണെന്ന് തോന്നുന്നല്ലോ. ഒരുപക്ഷെ ഇത് തെറ്റായ ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ടാക്സിഡോ ഞാൻ സൺസിറ്റിയിലെ വളരെ ബുദ്ധിമാനായ ഒരാൾക്ക് നൽകിയിരിക്കുന്നത്. എന്താ ശരിയല്ലേ? ടോണി ബോസ്, നിങ്ങൾ ഒറ്റ ഇടിക്ക് പടപട പപ്പടമാവും വിചാരിച്ചപ്പോ പൂക്കുറ്റി പോലെ അങ്ങ് പോയല്ലോ. ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് നിങ്ങളെ അവസാനം ഓലപ്പീപ്പിന്ന് വിളിക്കും. അതൊന്ന് ഓർക്കണം. ഓലപ്പീപ്പി അല്ലടാ, മാല പടക്കമാണ് ഞാൻ. എന്റെ കളി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ആ ടാക്സിഡോ എങ്ങനെ അലമാര തുറന്ന് പുറത്തേക്ക് പോയത്? എന്ന് വെച്ചാൽ അതിനോടിപ്പോകാൻ കാലുണ്ടോ? കലക്കി ബോസ്, നിങ്ങൾ ആ ടെക്സിഡോ അടിച്ചു മാറ്റിയല്ലേ. ഇനി അതെവിടെങ്കിലും രഹസ്യമായിട്ട് മറച്ചു വെക്ക്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ പഞ്ചായിരിക്കും സൺസിറ്റിയിലെ ഏറ്റവും പവർഫുൾ ആയ എടാ പഞ്ച്. മരമണ്ട, ഇത് മറച്ചു വെക്കേണ്ട സാധനമല്ല, ശരീരത്തെ അണിയേണ്ട സാധനമാടാ. ഇപ്പൊ ഈ ടോണിയുടെ പഞ്ചിന്റെ പവർ നോക്ക്. പപ്പട പടപട പപ്പടം. ഇപ്പൊ പറയുന്നേടാ, ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഭൂകമ്പമാണ് എന്റെ തമ്പുരാനെ. ഇനി എന്റെ കളി കണ്ടോണ്ടിരിക്ക. ഈ ടാക്സിയുടെ പവർ വെച്ചിട്ട് ഞാൻ ഈ സൺസിറ്റി എങ്ങനെ ഭരിക്കാൻ പോകുന്നെന്ന് നോക്ക്. ഇപ്പോൾ ഈ സൺസിറ്റിയിൽ ഇനിയെല്ലാം എന്റെ കൺട്രോളിലായിരിക്കും. ഇനി ഇവിടത്തെ രാജാവ് ഞാനാണ്. ഡോക്ടർ ഖുറാന, നിങ്ങളുടെ ടാക്സിഡോയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയോട് ചേർത്ത് അതിന് കാലുകളുമുണ്ടോ? അതെന്താ നിങ്ങൾ എന്നോട് പറയാഞ്ഞത്? അതെന്റെ അലമാരയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാര്യവും അതിനകത്തില്ല. എന്ന് വെച്ചാൽ ആ ടാക്സിഡോയെ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടുപോയതാണോ? ഒരുപക്ഷെ അത് തെറ്റായ ആളുകളുടെ കയ്യിൽ ചെന്നപ്പെട്ടാൽ വരൂ ഡോക്ടർ, നമുക്കുടൻ തന്നെ പോയി ആ ടാക്സിഡോയെ കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. താങ്ക് യു ടോണിക്കുട്ട. പക്ഷെ ഞാൻ ഈ ക്യാൻഡി ആ കാണുന്ന കുട്ടിക്ക് ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. അല്ല, ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ. കാരണം ഇന്ന് മുതൽ കാൻഡി സാരം വിൽക്കില്ല. കാൻഡീസ് പൊട്ടിക്കും. വാട്ട് നോൺസെൻസ്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നോൺസെൻസ് എന്ന് പറയുന്നത് ഇതിനെയല്ല, പക്ഷേ അതിനെയാണ് പറയേണ്ടത്. ഓ ഗോഡ്, ഇതിപ്പോ ഭൂകമ്പം വന്നതുപോലെ ആയല്ലോ. ഹെൽപ്പ് ഹെൽപ്പ്, സംബഡി ഹെൽപ്പ് മീ പ്ലീസ്.
സൺ സിറ്റിയിലെ കുട്ടികളെ, ഇപ്പൊ ഈ സൺ സിറ്റിയിലെ രാജാവ് ഞാനാണ്. ടോണി ഇവിടെ രാജാവായി ഇരിക്കുമ്പോൾ നിങ്ങൾ ആരും ടോയ്സും കാൻഡീസും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കും. മേയർ അങ്കിളുടെ ആ ടാക്സിഡോ ടോണിയുടെ കയ്യിൽ എങ്ങനെയാ കിട്ടിയത്? വൺ വേർഡിൽ പറയണമെങ്കിൽ അടിച്ചു മാറ്റി. കാൻഡീസ് കഴിക്കുന്നത് കുട്ടികൾക്ക് ഓക്കെയാണ്, പക്ഷെ ഇങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന കാൻഡീസ് കഴിക്കുന്നത് തെറ്റാണ്. ഇന്ന് മുതൽ ടോണി ബോസ് നമ്മുടെ നേതാവാണ്. കാൻഡിയും ടോയ്സും വാരിത്തരുന്ന ജേതാവാണ്. മിണ്ടാതിരിക്ക്. ദേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങനെ മോഷ്ടിച്ച സാധനങ്ങൾ വാങ്ങുന്നത് തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കിക്കോ, പ്ലീസ് ടോണി, നീ ഈ ചെയ്യുന്ന കാര്യം വളരെ തെറ്റാണ്. പ്ലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ ആ ടാക്സി ഡോർ റിമൂവ് ചെയ്ത് മേയറങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊടുത്തേക്ക്. ഒരു പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? നിന്റെ കയ്യിൽ ആ R7 ഗാഡ്ജറ്റ് ഇല്ലേ? അത് മാറ്റി വെച്ചേക്കുന്ന ഞാൻ നിന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരിക്കലും R7ന്റെ പവർ യൂസ് ചെയ്ത് ജനങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആരെ വിഷമിപ്പിച്ചു എന്നാ നീ പറഞ്ഞു വരുന്നത്? കാൻഡീസും ടോയ്സും ഞാൻ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുത്തത് തെറ്റാണെന്നാണോ പറഞ്ഞത്? മോഷ്ടിച്ച സാധനം ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് തെറ്റാണ് ടോണി. എനിക്ക് തോന്നുന്നത് ഇത് റൈറ്റ് ആണെന്നാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റേസ് വെച്ച് നോക്കാം. ആര് ജയിക്കുന്നുവോ അവര് പറയുന്നത് ശരിയെന്ന് വെക്കാം. ഇല്ല, ഞാൻ നിന്റെ കൂടെ റേസ് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്, ഞാൻ പറഞ്ഞത് അനുസരിക്ക്. അനുസരിക്കാം. അതിന് നീ ആദ്യം എന്നെ ജയിക്കണം. പറ, നിനക്ക് എന്റെ കൂടെ റേസ് വെക്കാൻ ധൈര്യമുണ്ടോ? അതോ ഈ ടാക്സി ഡോയുടെ മുമ്പിൽ എന്താ കിക്കോ പേടിച്ച് വിറയ്ക്കുകയാണോ? ശരി, സമ്മതിച്ചു. ഏത് തരം റേസാ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ വഴിക്കുവാ. റേസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നത് സൺ സിറ്റിയുടെ പുറത്ത് ഏറ്റവും ഉയർന്ന മലയില്ലേ, അതിന്റെ ടോപ്പിലായിരിക്കും. ആരാണോ ആദ്യം അവിടെ ചെന്നെത്തുന്നത് അവർ ജയിച്ചു എന്നർത്ഥം. ശരി, സമ്മതിച്ചു. ഒരു പക്ഷെ നീ തോറ്റുപോയാൽ പിന്നെ ഒരു അക്ഷരം മിണ്ടരുത്. ഈ ടാക്സി ഡോർ റിമൂവ് ചെയ്ത് മേയർ അങ്കിളിന് തിരിച്ചു കൊടുത്തേക്കണം. ആദ്യം എന്നെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കടാ. പിന്നെ ഈ റേസിൽ ഒരു റൂൾ ഉണ്ട്. അതായത് ഒരു റൂളുമില്ല. ഇതിൽ ജയിക്കുന്നതിന് വേണ്ടി നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ, ഈ റേസിൽ ഒരു റൂൾ ഉണ്ട്. അതായത് ഒരു റൂളും ഇല്ലെന്ന്. റേസിൽ ജയിക്കാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ എത്രയും പെട്ടെന്ന് സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ടോണി മേയറങ്ങളുടെ ഒരു പവർഫുൾ ടാക്സിഡോ അടിച്ചു മാറ്റിയിരിക്കുക. അത് വെച്ച് കണ്ണിൽ കാണുന്നതെല്ലാം അവൻ പൊളിച്ചടുക്കുകയാ. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഞാനിപ്പോ വന്നു കഴിഞ്ഞില്ലേ. നമ്മൾ രണ്ടാലും ചേർന്നാൽ ടോണി മാത്രമല്ല പോണി വന്നാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാ പോകുന്നു ടോണി. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. നീ പറയുന്ന പോലെ റോക്കറ്റ് ഫയർ ചെയ്യട്ടെ? വേണ്ട വേണ്ട സൂപ്പർ സ്പീഡോ, അത് കാരണം ടോണിക്ക് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യം ടാക്സിഡോ, അത് മാത്രം മതി. Tuxedo, better be ready for Kiko and Speedo. Your tricks won't be useful, Tony. We all know that you are phony. അപ്പൊ സൂപ്പർ സ്പീഡായും എത്തിക്കഴിഞ്ഞു അല്ലേ? ഇപ്പൊ കാണിച്ചു തരാടാ. Tuxedo is a super suit. You will pay for all the loot. It is Sun City's pride. Better give it up and step aside. What you've done is very wrong. The consequences will be strong. You should listen to Kiko and Speedo. Give us back that tuxedo.
കീക്കോ, ടോണിയുടെ ഈ ജമ്പ് വളരെ പവർഫുൾ ആണ്. ഇങ്ങനെ പോയാൽ എന്ത് സിസ്റ്റം ഡാമേജ് ആവുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 41 അപ്ലൈ ചെയ്. ഓക്കെ കീക്കോ, എന്റെ മാഗ്നറ്റിക് റേസ് വെച്ച് ഡ്രൈനേജിന്റെ സ്ലാബ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ പിന്നെ അതൊരു ഭൂകമ്പമായിരിക്കും. ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എന്താ ചെയ്യാൻ പോണെന്ന്. എന്തെങ്കിലും വേഗം ചെയ്യൂ കീക്കോ. ഒരുപാട് സമയത്തേക്ക് ടോണിയുടെ ഇടി എനിക്ക് മേടിക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ റിവേഴ്സ് എടുക്ക്. നമ്മൾ എത്രയും വേഗം മുകളിൽ ചെന്നെത്തണം. ബോസ്, അടുത്ത പ്രാവശ്യം കേക്ക് ഷോപ്പിൽ കൊള്ളയടിക്ക്. അതിന്റെ അടുത്തൊരു സമോസ കടയും ഉണ്ട്. എടാ ഭ്രാന്തന്മാരെ, എന്നെ അങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ കിക്കോ ഈ റേസിൽ വിജയിക്കും. ഫോർമുല നമ്പർ 39 അപ്ലൈ ചെയ്. സൂപ്പർ സ്പീഡോ സൂക്ഷിച്ച്. സ്റ്റെബിലിറ്റി കൺട്രോൾ വർക്കൗട്ട് ആകുന്നില്ല. ടോണി പഞ്ച് ചെയ്തതുകൊണ്ട് എല്ലാ ഫംഗ്ഷൻസും ഹാങ് ആയി നിൽക്കുകയാണ്. എല്ലാം റീബൂട്ട് ചെയ്തേ മതിയാവൂ. ഒരു പ്രാവശ്യം നിന്റെ സിസ്റ്റം റീബൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ചെന്ന് ഖുറാന അങ്കിളിനോട് ചോദിക്കാം. ടാക്സിഡോ അണിഞ്ഞിരിക്കുന്ന ടോണിയെ എങ്ങനെയാ തടയേണ്ടതെന്ന് ചോദിക്കാം. ടോണി ബോസ്, ഇനി നമ്മൾ എല്ലാവർക്കും ചേർന്ന് അടിച്ചു പൊളിച്ച് കളിക്കി മറിക്കാം. എന്ത് പറയുന്നു? വരൂ, സ്കൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് കളിക്കാം. ഞാനിവിടെ രാജാവായിട്ടുള്ളപ്പോൾ നോ സ്കൂൾ, ഓൺലി ഫുൾ ടൈം ജോളി പാർട്ടി. ഇന്ന് മുതൽ ഏതൊരു കുട്ടിയും സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ഞാൻ സ്കൂൾ തല്ലിപ്പൊളിച്ച് അതേ സ്ഥലത്ത് പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കും. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും രാവും പകലും അവിടെ നിന്ന് കളിക്കാം. ഇനി പഠിത്തം ഒന്നും തന്നെയില്ല, ഓൺലി പ്ലേ ആൻഡ് ഗെയിംസ്. ടോണി ഇപ്പോൾ വല്ലാത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഖുറാന അങ്കിൾ, ടാക്സിഡോ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവില്ലേ? അതെ ഉണ്ട്. ആ ടാക്സിഡോയെ ടോണിയുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യ്. അതിനുശേഷം അതിന്റെ പവർ അവന് യൂസ് ചെയ്യാൻ പറ്റില്ല. ആഹാ, എന്തൊരു ഐഡിയ ആയി പറഞ്ഞിരിക്കുന്നേ. കേക്കോ, വേഗം ചെല്ല്. ആ ടോണി നമ്മളെ സ്കൂളിൽ തല്ലിപ്പൊളിക്കാൻ പോവാ. നിൽക്കൂ ടോണി, നീ കാൻഡി ഷോപ്പും ടോയ് ഷോപ്പും കൊള്ളയടിച്ചു. അതൊക്കെ തെറ്റാണ്. ഇപ്പൊ നീ സ്കൂളും തല്ലിപ്പൊളിക്കാൻ പോവാണോ? ഇത് വളരെ വലിയ തെറ്റാണ്. അതേടാ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ആർക്കും എന്നെ തടയാനാവില്ല. നീ എന്നെ തടയോ അതോ നിന്റെ ഈ തല്ലിപ്പൊളിക്കാറോ? അവന്റെ ഒരു പന്ന സൂപ്പർ കാർ. നീ ഒന്ന് സമാധാനിക്ക് സൂപ്പർ സ്പീഡോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഓ നോ. ആദ്യം നമുക്ക് ടോണി എവിടുന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ അവന്റെ അറ്റാക്കിൽ നിന്ന് സ്കൂളിനെ രക്ഷിക്കാൻ പറ്റൂ. ബഡി, ഫോർമുല നമ്പർ 60 അപ്ലൈ ചെയ്യ്. ബഡി, ഉടൻ തന്നെ മാഗ്നറ്റിക് ഗ്ലാസ് വെച്ച് ടോണിയുടെ രണ്ട് കൈകളും ചേർത്തൊട്ടിച്ചേക്കാം. പിന്നെ ഒരിക്കലും അവന് പഞ്ച് ചെയ്യാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ വേഗം ചെല്ല്, നേരെ കാട്ടിലേക്ക് വിട്. കീക്കോ, തറയിലേക്ക് അവനെ ഇങ്ങനെ വലിച്ച
തിരിച്ചറിഞ്ഞ് കളിക്കുമ്പോൾ എന്റെ സിസ്റ്റം വീണ്ടും ഹാങ് ആകുമെന്നാണ് തോന്നുന്നത്. ഇപ്രാവശ്യം എന്റെ കൺട്രോൾ സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ റീബൂട്ട് ആകാൻ ഒരുപാട് സമയമെടുക്കും. സൂപ്പർ സ്പീഡോ ആ കയറ് കട്ട് ചെയ്തിട്ട് കാട്ടിലേക്ക് ചെല്ല്. സൂക്ഷിക്കണം ഗീക്കോ, ഇവിടെ ഒരുപാട് ഉറുമ്പുകളുണ്ട്. കിക്കോ, സൂപ്പർ സ്പീഡോ, എടാ പേടി തൊണ്ടന്മാരെ, ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്ക. പേടിത്തൊണ്ടന്മാര് ഞങ്ങളല്ല, നീയാണ്. ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നേരിട്ട് വാടാ, വാ. സൂക്ഷിച്ചു ഗീക്കോ, വീണ്ടും അവന്റെ ഒരു പഞ്ച് എനിക്കേറ്റാൽ എന്റെ ടോട്ടൽ സിസ്റ്റവും ബ്ലോക്ക് ആകും. ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കറക്റ്റായ സമയത്ത് ഫോർമുല നമ്പർ 134 അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ നോക്കിക്കോടാ, ഒരൊറ്റ പഞ്ച് കൊണ്ട് നിങ്ങൾ രണ്ടാളെയും ചട്നിയാക്കി ചതച്ച് കളയും ഞാൻ. ഖുറാന അങ്കിൾ, എന്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ടെക്സിഡോ ഡിസ്ട്രോയ് ചെയ്തേക്കൂ. ഒരുപക്ഷെ അത് തെറ്റായ ആളുകളുടെ കയ്യിൽ ചെന്നപ്പെട്ടാൽ പിന്നെ പ്രശ്നങ്ങളുടെ പടയോട്ടമായിരിക്കും. എക്സാക്ട്ലി, ഞാനും ആ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്.